Hello, guys. Welcome back to my YouTube channel. It's been a while. I'm not updating anything. I'm not even recording anything for myself. അപ്പോൾ അങ്ങനെ ഒരു ഏറെയിലായിരുന്നു ഞാൻ ഉണ്ടായത്. എന്താ വെച്ചാൽ ഒന്നിനും ഒരു മൂഡ് ആൻഡ് വൈബ് സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ ഞാനിത് ടാലി ആവാത്തതുകൊണ്ട് അതിനൊന്നും ഒരു വൈബ് കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാം, എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ വിചാരിച്ചു. ഇന്നത്തെ ടോപ്പിക് മൂഡ് സ്വിങ്സ്. ഓഫ് ദീസ് മൂഡ് സ്വിങ്സ് ഓൺലി. എവറി ടൈം ഐ എം ടെല്ലിങ് യു ഈ മൂഡ് സ്വിങ്സ് എന്താ വരുന്നത് എനിക്കറിയില്ല. സംടൈംസ് വീക്കെൻഡ് ലൈക്ക് സൺഡേസ് ആൻഡ് ഓൾ ഞാൻ വിചാരിക്കും 7 o'clock എണീക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സം വീക്കെൻഡ് ഐ വിൽ ബി ലൈക്ക് ഓക്കെ ആഫ്റ്റർ 11 ഞാൻ എണീക്കുന്നുണ്ടോ. എല്ലാം ഒരു 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 ഇങ്ങനെ ആയി. അങ്ങനെ ഒരു ഫ്ലോയിലാണ് ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. സോ ഞാൻ വിചാരിച്ചു ഒരു റീസെൻ്റ് അപ്ഡേറ്റ് നിങ്ങൾക്കൊക്കെ തരാം. എന്താ സംഭവം, എന്താണ് ആരും കാണാത്തത്, ആരും കാണലില്ലെങ്കിലും എനിക്കിതൊക്കെ പിന്നെ കാണേണ്ടതല്ലേ. സോ ദാറ്റ് ഈസ് വൈ ഐ എം ഡോക്യുമെൻറ്റിങ് ഓൾ ദീസ് തിങ്സ് നോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ഡു സംതിങ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ഈ വീഡിയോയിൽ ഞാൻ റീസെൻ്റ് ഒരു അപ്ഡേറ്റ് മാത്രം തന്നിട്ട് നെക്സ്റ്റ് വീഡിയോ ഐ വിൽ ബി ഡൂയിങ് സംതിങ് എൽസ്, സംതിങ് ക്രിയേറ്റീവ്, സംതിങ് ലൈക്ക് മോർ ഫൺ, എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ വീക്കെൻഡിൽ ഐ വിൽ ബി ലൈക്ക് ഗെറ്റിംഗ് ഏർലി. ഒരു 7 o'clock എല്ലാം ആവുമ്പം ഞാൻ ഇങ്ങനെ എണീച്ചിട്ടുണ്ടാവും. എണീച്ചിട്ട് എന്താ ചെയ്യാനുള്ളത്? നത്തിങ് ഐ ഹാവ് ടു ഡു ബിക്കോസ് മൈ റൂംമേറ്റ്സ് ആർ സ്ലീപ്പിംഗ് ബ്രോ. എനിക്കെന്ത് വർത്തനം പറയാനോ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. കാരണം എവ്രി വൺ വിൽ ബി ടയേർഡ് ഓഫ് എല്ലാവരും വീക്കെൻഡ് ആണോ ഒന്ന് കടന്ന് ഉറങ്ങി ഒന്ന് സെറ്റ് ആവാൻ വിചാരിക്കുന്നത്. ആ കിടന്നുറങ്ങി നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ 11 to 12 ആവും. ദെൻ ഇറ്റ് വിൽ ബി ലൈക്ക് എ ബ്രഞ്ച്. ദെൻ വി വിൽ സ്കിപ്പ് ദ ലഞ്ച് അല്ലേ. വിൽ ബി ഹാവിങ് സംതിങ് ഹെവി ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ നമ്മൾ കറങ്ങി തീരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ജസ്റ്റ് ഒന്ന് റോം ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ട്രിങ് എടാ ചായ കുടിക്കാം, ഇവിടെ പോവാം, ടീ സ്റ്റോറി പോവാം, ടീ ടൈം പോവാം. ഓക്കെ ഇതൊക്കെ ബാംഗ്ലൂരിലെ കുറച്ച് നല്ല ഫേമസ് ആയ മടിവാളയിലെ സ്പോട്ടാണ്. അപ്പം നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി എന്തെങ്കിലും സ്നാക്സ്, ഐ എം നോട്ട് എ ടീ പേഴ്സൺ, സോ ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മൾ അപ്പം തന്നെ കുറച്ച് ഫുള്ളായിരിക്കും. പിന്നെയും കുറച്ച് കറങ്ങി തീരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് ഡിന്നർ വിൽ ബി ഹാവിങ് സംതിങ് ഹെവി. എനിക്ക് ഇതേ പറഞ്ഞില്ല ഈ റീസെൻ്റ് എന്തൊക്കെയൊക്കെയോ പറ്റിയ സമയം ഐ എം നോട്ട് ഹാവിങ് എൻ ചിക്കൻ. ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ് ചിക്കൻ. ഞാൻ ചിക്കനെ വെറുത്തു ഗൈസ്. എനിക്കറിയില്ല, എനിക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ് ഇൻ ദ ഹോൾ വേൾഡ്. അങ്ങനെ ഒരു ഇതിലായിരുന്നു ഞാൻ നടന്നത്. ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും എനിക്ക് ചിക്കൻ ബിരിയാണി മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വേറെ ഒന്നും ട്രൈ ചെയ്യണ്ട. അങ്ങനെ ഒരു എറയിലോട്ട് പോയി വന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പം എനിക്ക് ചിക്കൻ വേണ്ട, എനിക്ക് റോള് വേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു സാധനം വേണ്ട, എനിക്കൊന്നും കഴിക്കണ്ട. എനിക്ക് നോർമൽ ഹോം മെയ്ഡ് ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് പുറത്തുനിന്നുള്ള ഫുഡേ വേണ്ട. അങ്ങനെയായി ഗൈസ്. ഞാൻ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ആക്കി കഴിച്ചിട്ട് അങ്ങനെ ഒരു എൻ്റെ സ്റ്റൊമക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ഐ വിൽ ബി ഫീലിംഗ് വെരി കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. പുറത്തുനിന്ന് കഴിക്കും ബട്ട് സ്റ്റിൽ വീക്കെൻഡ് ഐ വിൽ ബി ഹാവിങ് 1 meal അറ്റ്ലീസ്റ്റ് ഫ്രം ഔട്ട് സൈഡ്. പക്ഷെ നോ ഐ എം നോട്ട് ഹാവിങ്, ഐ ഡോണ്ട് വാണ്ട് ടു ഹാവ് സംതിങ്. അങ്ങനെ ഒരു മൂഡ്. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ വിൽ ഹാവ് സംതിങ് ഫോർ ഷുവർ നോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ യൂഷ്വലി വീക്കെൻഡ് എന്താ നടക്കാന്ന് വെച്ചാൽ ആഫ്റ്റർ ഹാവിങ് ദിസ് ഡിന്നർ വിൽ ഗോ ആൻഡ് നമ്മൾ എന്തെങ്കിലും പ്ലേ ചെയ്യും ലൈക്ക് ഊണോ ഓർ ദംഷറാട്ട് സംതിങ് ആൻഡ് ആൾ വിൽ ബി ഹാവിങ് ഫൺ. അതെല്ലാം കഴിഞ്ഞു. പിന്നെ മിഡ് നൈറ്റ് ടൈം ലൈക്ക് ലേറ്റ് നൈറ്റ് ആവുമല്ലോ. അപ്പോൾ ഒരു 12-1 ആകുമ്പോഴായിരിക്കും നമ്മൾ ഉറങ്ങാൻ പോയി ആ ഒരു സമയമാകുമ്പോൾ പിന്നെ പിറ്റേന്ന് ആ ഒരു 8 hours അല്ല 7 to 8 ആണെങ്കിൽ പോലും നമ്മൾ എന്തായാലും ഗെറ്റപ്പ് ടുമോറോ ആകുമ്പോൾ നല്ല ലേറ്റ് ആവും അല്ലേ. അപ്പോൾ അതും ഇങ്ങനെ തന്നെ. സൺഡേസ് എങ്ങനെയാണോ നടന്നത് അതേപോലെ തന്നെ സാറ്റർഡേസ് എങ്ങനെയാണോ നടന്നത് സോറി. അപ്പോൾ സൺഡേസ് മോർ പണി കൂടുതലായിരിക്കും. ലൈക്ക് ലോണ്ട്രി ഉണ്ടോ, ക്ലീനിങ് വർക്ക് ഉണ്ടോ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പണിയുണ്ടോ, ലൈക്ക് സ്കിൻ കെയർ റൂട്ടീൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതൊന്നും അതിനുള്ളൊരു ടൈമേ ഇല്ല. കുളിച്ചിട്ട് ഇറങ്ങുന്നതേ ഭാഗ്യം. അങ്ങനെയാണ്. അപ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുണ്ടാകുന്ന ടൈം അതൊന്നും സെറ്റ് ആവുന്നുണ്ടാവില്ല. ലൈഫ് സ്റ്റൈൽ റിയലി മാറ്റേഴ്സ് യുനോ. നമ്മൾ എങ്ങനെയാണോ ഫുഡ് കഴിക്കുന്നത് അക്കോർഡിംഗ് ടു ദാറ്റുള്ള ഒരു ഹോൾ ബോഡി മൂവ് ആവുന്നത്. നമ്മളിപ്പോൾ ഒരു ടൈം സ്ലീപ്പ് പ്രോപ്പർ ആയില്ല, ഏതെങ്കിലും മീൽ പ്രോപ്പർ ആയില്ല, എനിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനേ പറ്റില്ല. അതേപോലെ തന്നെ സ്ലീപ്പ്, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എന്താണെന്നല്ല പണ്ടേ അതാണ്. പിന്നെ ഫുഡ്, പിന്നെ ട്രാവൽ ഇതിനെക്കാട്ടും മുന്നിലാണ്. പക്ഷെ നമുക്ക് എവറി ഡേ വി കാൻ ഗോ ഫോർ എ ഹൈക്കിംഗ്, ട്രെക്കിംഗ്, ഫോർ എ സൺറൈസ് ആണോ. നമുക്ക് എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ എവറി വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും എനിക്ക് സൺറൈസ് കാണണം, സൺസെറ്റ് കാണണം, അങ്ങനെയൊക്കെ വിചാരിക്കും. ഇപ്പം നാട്ടിൽ വന്നാലും ഞാൻ വിചാരിക്കും എനിക്ക് സൺസെറ്റ് കാണണം. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വരുന്ന ടൈം എപ്പോഴും മഴയായിരിക്കും കേട്ടോ. ഞാൻ എപ്പോൾ നാട്ടിൽ വരുമോ അപ്പോൾ ഒക്കെ മഴയായിരിക്കും. ഇപ്പം തന്നെ ഇതാ ഐ കാൻറ്റ് ഈവൻ സ്റ്റെപ്പ് ഔട്ട് സൈഡ്. ഭയങ്കര ഇരുട് മൂടി ഇപ്പം പെയ്യും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്ന മഴയാണ്.
എനിക്ക് കുടയും പിടിച്ച് റെയിൻകോട്ട് എടുത്ത് പോകാനൊന്നും കഴിയില്ല. എനിക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് കാറ്റിൽ ഇങ്ങനെ വൈകുന്നേരം ഒരു ഈവനിങ് ബ്രീസ് അതെല്ലാം കിട്ടി കടൽപ്പാലത്തൊക്കെ പോയിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടൊരു സൺസെറ്റ് അതെനിക്ക് കാണണമെന്ന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുള്ള ഭാഗ്യമില്ല, നമ്മൾ നേച്ചറോട് ഇങ്ങനെ ആയിട്ട് പോകണമല്ലോ. അപ്പം സൺസെറ്റ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഇനി ആകെ 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ഐ ബി ബാക്ക് പാക്കിംഗ് ടു ബാംഗ്ലൂർ. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ഫുഡാണ് ഇത്, അഡൽഹുഡ് അങ്ങനെ ആയി. അപ്പോൾ കുറച്ച് ദിവസം ലീവിന് വീട്ടിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഹോസ്റ്റലിൽ നിന്ന് വന്നൊരു ഫീലാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു, അമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി തരുന്നു, അതിങ്ങനെ വയറ് നിറച്ച് നല്ല സമാധാനമായിട്ട് കഴിക്കുന്നു, TV കാണുന്നു, ഇങ്ങനെ ആരെങ്കിലും വരുന്നു, വർത്തമാനം പറയുന്നു, പുറത്ത് പോകുന്നു, ഫ്രണ്ട്സിനെ കാണുന്നു. എല്ലാവരും ഒന്നും ഇപ്പം നാട്ടിലില്ല കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ പറയാൻ ഭയങ്കര സാഡാണ്. ആരും ഇപ്പം നാട്ടിലില്ല, എല്ലാവരും ഓരോ സൈഡിലായിട്ടുണ്ട്. എന്നാലും ചിലവർ ഉണ്ടാവുമല്ലോ, എന്നെപ്പോലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരെ മീറ്റ് ചെയ്യുന്നു, പുറത്ത് പോകുന്നു. കുറച്ചുള്ള ഒരു ക്വാളിറ്റി ടൈം റിയലി മാറ്റേഴ്സ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും. കാരണം എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ് എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ഡേയ്സിൽ കാണുന്ന ഒരു ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ എന്നെ അവർക്ക് ടോട്ടലി അറിയാം, എൻ്റെ കഥ ഒക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഡെയിലി ഫോൺ കോളോ മെസ്സേജോ ഒന്നുമില്ല കേട്ടോ. സംടൈംസ് എന്താ പറയുക, ബർത്ത്ഡേയ്സ് വരെ ഞാൻ സ്കിപ്പ് ചെയ്യും, എനിക്ക് മറന്നു പോകും. എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ വരെ ഉണ്ടാവുന്നില്ല ഇപ്പോൾ. അങ്ങനെ അവരൊക്കെ കണ്ട് കുറേ കഥയൊക്കെ പറഞ്ഞ് ഒരു റീസെൻറ്റ് അപ്ഡേഷൻ മൊത്തം എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം, എന്തൊക്കെയോ ഒരു സുഖമാണ്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരെ ഇപ്പം മാഹിയിൽ എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ മാഹി പള്ളിപ്പെരുന്നാൾ ഇന്നാണ് ലാസ്റ്റ് ഡേ, 22 ഒക്ടോബർ 2025. അപ്പോൾ എനിക്ക് ആ ലാസ്റ്റ് 2 days എനിക്ക് കിട്ടി. പള്ളിപ്പെരുന്നാൾ പോയി. പള്ളിപ്പെരുന്നാൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഐ വിൽ ടെൽ യു ദാറ്റ്. അവിടെ ഒരു വലിയ ക്യൂ ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും. അതിലൊന്നും ഞാൻ നിൽക്കില്ല, നടുവിൽ എവിടെയെങ്കിലും പോയി നിന്നിട്ട് നമുക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പോയി ആ മെഴുകുതിരി മാലയും വാങ്ങിയിട്ട് ഇങ്ങനെ മാതാവിനെ ഇട്ടെടുത്ത് പ്രാർത്ഥിച്ച് അവിടെ നിന്നൊരു സാധനം തിരുത്തുന്നാലും ഒരു അരിൻ്റെ പോലത്തെ, എൻ്റെ പേര് എനിക്കറിയില്ല, കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള എന്തൊരു സാധനം, നല്ല ടേസ്റ്റാട്ടോ. അത് കഴിച്ചു. പിന്നെ ഹലുവ പീടികയിൽ പോകും, വീട്ടിലേക്കൊക്കെ ഹലുവ വാങ്ങാൻ. അവിടെ നിന്ന് തന്നെ 2-3 അടിച്ച് കയറ്റി അവർ ട്രൈ ചെയ്യാൻ തരുമല്ലോ, അതൊക്കെ തിന്ന്. പിന്നെ ബജി, കോളിഫ്ലവർ, ഈ സാധനമൊക്കെ തിന്ന് അടിച്ച് കയറ്റി. ഒരു ഐസ്ക്രീമും കയറ്റി. പിന്നെ കുറേ ചുമക്ക അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ടാവും. പിന്നെ അങ്ങനെയുള്ള കുറേ മാഹി മഹാമേള എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കട തുറന്നിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ആരെങ്കിലുമൊക്കെ കണ്ട് സംസാരിച്ച് പിന്നെ വാക്ക് വേയിൽ തന്നെ മൊത്തം മഹിക്കാർ തന്നെയാണല്ലോ എല്ലായിടത്തും. സ്റ്റിൽ നമുക്ക് എല്ലാവരും ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കണ്ട് സംസാരിച്ച് വാക്ക് വേയിൽ ആ ബീച്ചിൻ്റെ സ്പേസിലൊക്കെ മൊത്തം ഇപ്പം ഈ എന്താ പറയുക തോണി അങ്ങനെയുള്ള എന്തൊക്കെയോ പരിപാടിയെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വീട്ടിലേക്ക് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടാക്കി ഞാൻ നേരെ വീട്ടിലേക്ക് വരും. എൻ്റെ അമ്മേൻ്റെ മുന്നിൽ മൊത്തം ഷോ ഓഫ് ആയിരിക്കും. ഇത് വാങ്ങി അത് വാങ്ങി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഫുള്ള് ഷോ ഓഫ് എല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് പിന്നെ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെയായിരിക്കും. ഇതാണ് മാഹി പള്ളിപ്പെരുന്നാളിൻ്റെ പരിപാടി. പണ്ടൊക്കെ എല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലെല്ലാവരും ഉണ്ടാവുമല്ലോ, നമ്മൾ 5 ആളും കൂടെ റെഡി ആയിട്ട് പള്ളിപ്പെരുന്നാളിൽ പോകും. എൻ്റെ പപ്പ ഈസ് ലൈക്ക് എവിടെ പോയാലും പെട്ടെന്ന് വരണം. പപ്പനെ കൂടെയിട്ട് ഷോപ്പിങ്ങിന് പോകാനോ ഏതെങ്കിലും ക്യൂവിൽ നിൽക്കാനോ ആരെങ്കിലും വെയിറ്റ് ചെയ്യാനോ ഒന്നും നടക്കില്ല. പപ്പയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് പോയി പെട്ടെന്ന് ഇങ്ങനെ എല്ലാം തിന്നാനൊക്കെ കുറേ വാങ്ങിച്ചു തരും കേട്ടോ. അതെല്ലാം കഴിച്ച് നമ്മൾ ഇങ്ങനെ കുറച്ച് വാക്കുവെല്ലാം അവിടെ കുറച്ച് നേരം ഇരുന്ന് ദെൻ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തും. ഇപ്പോൾ വേറെ ആരെങ്കിലും കസിൻസ് അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ ഏച്ചന്മാരുടെ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ 10 o'clock എല്ലാം ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് വരും. പക്ഷേ ഭയങ്കര തിരക്കിൽ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും തോന്നില്ലെങ്കിലും മാഹീൻ്റെ ഒരു പള്ളിപ്പെരുന്നാൾ വൈബ് വി ഡോണ്ട് വാണ്ട് ടു മിസ്. അങ്ങനെയുള്ളൊരു ഇതാണ്. അതെല്ലാം കഴിഞ്ഞ് പാക്ക് ചെയ്തിട്ട് ബാംഗ്ലൂർ എത്തും. അവിടെ നിന്ന് ഞാൻ ബാക്കിയുള്ള എൻ്റെ അപ്ഡേഷൻ മൊത്തം അവിടെ നിന്നാണല്ലോ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മൂഡായിരിക്കും കേട്ടോ. ഡാൻസ് കളിക്കാൻ, ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ, എൻ്റെ എന്തെങ്കിലും റീല് വീടിൻ്റെയോ പരിസരത്തിൻ്റെ ഇലേൻ്റെയോ പൂവിൻ്റെ ഒക്കെ എടുക്കാൻ, സ്കൈസ് നോക്കിയിട്ട് എവിടെയെങ്കിലും ബീച്ചിലേക്ക് പോകാനോ അങ്ങനെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഐ എം ലൈക്ക് നോർമൽ, വെരി നോർമൽ. എനിക്ക് അങ്ങനത്തെ ഒരു മൂഡ് സ്വിങ്സ് പോയിട്ട് എനിക്കൊരു കുന്തം വരില്ല. എന്താ അറിയില്ല, വീട്ടിലെ ഫുഡ് കഴിക്കുന്ന ഒരു വെതർ ഒരു ഉറങ്ങാൻ പറ്റുന്ന സുഖമാണോ എന്താണെന്നും അറിയില്ല. എവറിത്തിങ് ഇസ് സോ ഗുഡ് ഹിയർ. സ്റ്റിൽ എൻ്റെ 2 siblings, എനിക്ക് 2 ചേച്ചിമാരുണ്ട്. 2 ചേച്ചിമാർ ഈ വീട്ടിലില്ല. അവരും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുട്ടിപ്പിശാശും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ മൂത്ത ചേച്ചീൻ്റെ അതൊക്കെ കൂടി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് മോർ കളർഫുൾ. എനിക്ക് ഇങ്ങനെ ടൈം കിട്ടാനും കുറച്ച് കുറവ് തന്നെ ആയിരിക്കും. എനിക്ക് ഭയങ്കര അവരൊപ്പം ടൈം കിട്ടും, എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാനോ അടി കൂടാനൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ടൈം കണ്ടുപിടിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. ഇപ്പം ആരുമില്ല. അങ്ങനെ ഇപ്പം അങ്ങനെയാണല്ലോ, എല്ലാവരും വലുതാകുമ്പോൾ ഓരോരുത്തർ ഓരോ സൈഡാവും. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് മോർ കളർഫുൾ യൂനോ. അപ്പം എന്ത് പറയുന്നത് വെച്ചാൽ ഇനി ഞാൻ വീഡിയോ ബാംഗ്ലൂർ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ ഗൈസ്.